This is the Anavachal Canal, which means a canal that leads from the Tekadi Bay, and the boating and all that happens right up here. Water levels seem to be quite low. This might be during the heights of summer, maybe April, May, that kind of thing, before the rains start. So it looks like very low. Okay, at this point in time, definitely Tamil Nadu cannot get any water. They have already drained everything they can. That is this spot. I don't know when this was. I just grabbed this from online sources. So I'm using this to. I've got these videos from different sources, but clipped and capped and got them done so that you can see. From here onwards, we are going to follow the Tekadi shutter on Google Maps. For convenience, I've turned around the map so that I can drag it from left to right. So here I'm dragging it. I'll drag it quite fast. The total length of the open canal where the water comes in from Tekadi Reservoir is about 1.6. It's known as the Anai Vaichal Canal. It has got another name also. It's both of them have about a Tamil kind of name. ഇതാണ് നിലവിലെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്ന ഷട്ടർ എന്ന് പറയുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 104 അടി എത്തുമ്പോൾ തന്നെ ഇതിലെ വെള്ളം പോകാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഇവിടുന്ന് തമിഴ്നാട് PWD ആളുകളാണ്. അവര് ഇവിടുന്ന് പോയിട്ട് അവിടെ ആ ഒരു ഷട്ടറിൽ അവിടെ ഉള്ള ചപ്പും ഇലകളും ഒക്കെ അടഞ്ഞിരിക്കുന്നൊക്കെ മാറ്റുന്ന ഒരു കാഴ്ചയാണ്. ആ കാണുന്ന ഭാഗത്ത് അവിടെ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒരു ഒരു മൗണ്ടൈൻ ആണ്, ചെറിയൊരു മലയാണ്. ഈ മലയുടെ അകത്തൂടെ ഇങ്ങനെ ഒരു തുരങ്കമിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ട്. ആ പൈപ്പിലൂടെ പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അത് ഇങ്ങനെ ഒരു കനാലാണ് കണ്ടത്. ഇവിടെ അങ്ങ് ദൂരെ നിന്ന് ഒരു കനാൽ വരുന്നതാണ്. നമുക്ക് അങ്ങോട്ടൂടെ പോയി നോക്കാം. അപ്പോൾ ഇതിലെ കൂടെ ഈ വെള്ളം ഒഴുകി വന്ന് ഈ ഷട്ടർ വഴിയാണ് നേരെ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ഞാൻ തേക്കടിയിലാണ് കേട്ടോ. തേക്കടി പിന്നെ ഈ കനാലിൽ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തൂടെയാണ് ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കനാൽ വഴി വെള്ളം ഒഴുകി വന്നിട്ടാണ് നമ്മളിപ്പോൾ മുമ്പേ കണ്ട ആ ഒരു ഷട്ടർ വഴി വെള്ളം താഴേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഫിൽറ്റർ നമ്മൾ കണ്ടു. ഇപ്പം അവിടെ നിന്ന് ചപ്പും ചവറൊക്കെ എടുത്ത് കളയുന്ന ഫിൽറ്റർ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, ഇതാണ് ഈ കനാലാണ് ശരിക്കും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന കനാലാണിത്. അതായത് അവിടെ 104 അടി വെള്ളമാകുമ്പോൾ വെള്ളം നന്നായിട്ട് ഒഴുകി ഇതിലേ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഇതൊരു ഫിൽറ്ററാണ് കേട്ടോ. ശരിക്കും ഇവിടെ വല്ല ചപ്പോ ചവറോ കമ്പോ അഴുക്കോ ഒക്കെ ഒന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു കൊട്ടവഞ്ചിയിൽ പോയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിനനുസരിച്ച് അവർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തമിഴ്നാട്ടിലേക്ക് വെള്ളം വിട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ നിന്ന് ഏകദേശം 850 മീറ്റർ ഉയരത്തിലുള്ള വെള്ളം ചരിവുള്ള തുരങ്കത്തിലൂടെ ആദ്യത്തെ മല കടന്ന് ഒരു ചെറിയ 4 ചെക്ക് ഡാമിലെത്തുന്നു. അവിടെ നിന്ന് വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ ഒഴുകുന്നു. പിന്നെ വളഞ്ഞ വഴിയിലൂടെ താഴേക്ക് പോകുമ്പോൾ വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത് കാണാൻ പലയിടത്തും നിർത്തും. ഏറ്റവും കൂടുതൽ ഒഴുക്കുള്ളപ്പോൾ ചില അരുവികൾ ഏകദേശം 500 ക്യൂസെക് വെള്ളം വഹിക്കും. 4 പെൻസ്റ്റോക്ക് പൈപ്പുകൾ വെള്ളം സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിച്ചാൽ ഉണ്ടാകാമായിരുന്ന മിക്ക മണ്ണൊലിപ്പും തടയുന്നു. ആവശ്യമുണ്ടെങ്കിൽ ഇവയ്ക്ക് ഏകദേശം 1200 ക്യൂസെക് വരെ വെള്ളം കൈമാറാനാകും. ഈ പൈപ്പിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് താഴെ ആ കാണുന്നത് അവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് പിന്നീടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പോയി നേരെ വൈഗൈ ഡാം വരെ പോയി സ്റ്റോർ ചെയ്യുകയും അവിടുന്ന് വീണ്ടും അത് മധുരയിലേക്കൊക്കെ പോകുന്ന ഇതിലാണ്. നമ്മൾ അങ്ങോട്ടൊക്കെ പോകാൻ പോവാണ്. ഈ ചെറിയ പവർ സ്റ്റേഷനിൽ ഓരോ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെയും വെള്ളമൊഴുകി 4 ചെറിയ ജനറേറ്ററുകളെ ഓടിക്കുന്നു. ഇവ ചേർന്ന് മണിക്കൂറിൽ ആകെ 100 മെഗാവാട്ടിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ ഒരു അതിരൂക്ഷമായ വരൾച്ചയുള്ള കാലഘട്ടത്താണ് ജോൺ പെനിക്വിക് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ ഈ ഡാം പണി ഏറ്റെടുക്കുന്നത് 1886-കളിൽ. അപ്പം അദ്ദേഹം പലതവണ ഡാം പൊട്ടിപ്പോയിട്ടും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് ഇവിടെ വന്ന് വീണ്ടും ഡാം പണിതു എന്നാണ് ചരിത്രം. ഈ മണ്ഡപത്തിനകത്ത് തന്നെ ശരിക്കും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയറും മുല്ലപ്പെരിയാർ ഡാമും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു മിനിയേച്ചർ മാതൃക ഇവിടെ ഉണ്ട് കേട്ടോ. ഇതല്ലേ,
ഈ കാണുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം. ഇതാണ് മുല്ലപ്പെരിയാർ ഡാം. ഇത് ബേബി ഡാം. അതുകൂടാതെ ഇതാണ് സ്പിൽവേ ഷട്ടറുകൾ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇവിടുന്ന് തുറന്നു വിട്ടുമ്പോഴാണ് നമ്മൾ ഈ വെള്ളം പെരിയാർ വഴി ഇങ്ങനെ ഒഴുകി ഇടുക്കി ഡാമിലേക്ക് പോകുന്നത്. ഈ കാണുന്ന മൊത്തം അതിൻ്റെ റിസർവോയറുകളാണ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ പെരിയാറിൽ ഏകദേശം വനപ്രദേശത്തായിട്ട് ഏകദേശം 8000 ഏക്കർ സ്ഥലത്തായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണിത്. അത് കഴിഞ്ഞാൽ അവിടെ ഡാമിൽ വെള്ളം കൂടുമ്പോഴാണ് ശരിക്കും വെള്ളം ഇവിടെ ഒഴുകി വരുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ആ കനാൽ, മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഷട്ടർ തുറന്ന് വെള്ളം വരുന്ന ആ ഒരു ഷട്ടറാണിത്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഒരു മല ഇങ്ങനെ തുറന്നിട്ടാണ് ഒരു ടണൽ. ഇതുണ്ട്, ഈ മല തുറന്ന് ഇങ്ങനെ ടണൽ, ആ ടണൽ വഴി നമ്മൾ കണ്ട പെൻ സ്റ്റോക്ക് പൈപ്പ് ഇതുണ്ടല്ലേ, ഇതാണ് പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി. ഇതാണ് പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി ഇങ്ങനെ പെരിയാർ പവർ പ്രോജക്റ്റിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. അതുകൂടാതെ ഇറച്ചിപ്പാറ വഴി ഒഴുകി വരുന്ന വെള്ളം ഇതാണ്. അപ്പോൾ ഇതിലെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലാക്കിയിട്ട് ഒരു ടണലുകൾ പണിത് കൂടുതൽ വെള്ളം ഇവർക്ക് എത്തിക്കാം. ഇവിടെ ആയിട്ട് ഇവർക്കൊരു ഡാം, 1-2 ഡാമുകൾ പണിത് വെള്ളം കൂടുതൽ സംഭരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജലനിരപ്പ്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് കുറച്ച് നിർത്താനും പറ്റുമെന്നൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിക്കുന്ന പഴയ കാര്യങ്ങളുടെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പഴയ ഫോട്ടോഗ്രാഫ്സ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ചുണ്ണാമ്പ് എടുക്കുന്ന ഒരു ഫോട്ടോയാണിത്. ഇത് ലോവർ ക്യാമ്പിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് ജോൺ പെനിക്വിക്ക് താമസിച്ച സ്ഥലമാണ്. പിന്നെ ഈ കാണുന്നത് നമ്മളിപ്പം അവിടുന്ന് നമ്മൾ കണ്ടില്ലേ, ആ ഒരു ഷട്ടറാണിത്. തേക്കടിയിൽ നമ്മൾ കണ്ട ആ വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറാണിത്. ഇതൊക്കെ പഴയ ആ പണിയുടെ ഫോട്ടോസൊക്കെ ആട്ടോ. ഇതൊക്കെ പണി നടക്കുന്ന ഫോട്ടോസാണ്. മനസ്സിലാക്കാനാകും. ആ വഴിയിൽ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലവിതരണം കുടിവെള്ളത്തിനായി ശുദ്ധീകരണശാലകളിലേക്ക് മാറ്റിവിടുന്ന ഭാഗം ബാക്കി വെള്ളം വൈകൈ അണക്കെട്ടിലേക്ക് ഒഴുകുന്നത് എന്നിവ വ്യക്തമായി കാണാം. ഈ വിവരണം ഇക്കാര്യങ്ങൾ ഗവേഷണം ചെയ്യുന്നവർക്ക് ആവശ്യമായ പ്രധാന ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ നൽകും. ഈ വസ്തുതകൾ ഈ കഥയുടെ അവശ്യഘടകങ്ങളാണ്. ഞാൻ മുമ്പ് പങ്കുവച്ച മറ്റു വീഡിയോകളിലും ഇവയിൽ ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. This is not a typical kind of dam where the dam releases the water through its spillway and that's how the water flows forward. This is not how Mullaperiyar is set up. It just dams up the entire water so that through a side channel, water goes into a tunnel, gets across the hill and goes to Tamil Nadu. That's the unique way this has been set up. But without a doubt, high water levels increases the hydrostatic loading. And that is what increases the risk. So that risk can be handled by changing a few things and they can get all the water they want, even what they can't right now. There are several ways they can keep the water level low and yet take water from the dam, which means small changes, that's all.